നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമമാണ്. 2005 വന്ന വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് 2002. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വിവരാവകാശ നിയമം 2005. ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11. രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. അപ്പൊ ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11, രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ആസ്ഥാനം ഓഗസ്റ്റ് ക്രാന്തി ഭവൻ, ന്യൂഡൽഹി. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതന്റെ സ്ഥാപക അരുണ റോയ് ആണ്. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ 3. സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അധ്യായം 4. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 31 ആണ്. നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2 ആണ്. 2005 വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമായിരുന്നു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമാരിയ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണറെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രിയുണ്ട്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL വിഭാഗക്കാരെ അപേക്ഷാ ഫീസ് നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 35 ദിവസത്തിനുള്ളിൽ. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നൽകണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 30 ദിവസവും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 35 ദിവസവുമാണ്. വിവരാവകാശ നിയമം ഭേദഗതി വന്നത് 2019 അത് ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 22. രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. സംസ്ഥാനം ഒരു വിവരാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ പാലാട്ട് മോഹൻദാസ്. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ V. ഹരി നായർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. വിവരാവകാശ കമ്മീഷനാണ് ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്ന് അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12.